കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതുവരെ കാണാത്ത ഒരു അതിശയം, ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നീ കാണും. ഇതുവരെ അനുഭവിക്കാത്ത ഒരു സ്നേഹം നീ അനുഭവിക്കും. ഇതുവരെ അനുഭവിക്കാത്ത ഒരു നിത്യസമാധാനം നീ അനുഭവിക്കും. ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ സഹായിച്ചു, ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ വഴി നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം തന്ന് എന്നെ ഉയർത്തിയ എൻ്റെ ദൈവം ഇന്ന് നിങ്ങളെയും ഉയർത്തുവാൻ കാത്തിരിക്കുന്നു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടുന്ന ഒരു ദിനം അകലെയല്ല. നമ്മുടെ കണ്ണുനീരും ദുഃഖവും വേദനയും മാറുന്ന ദിവസം അടുത്തിരിക്കുന്നു. കണ്ണുനീരും ദുഃഖവും വേദനയും പ്രയാസവും മാറുമ്പോൾ അന്ന് നമ്മൾ ഇങ്ങനെ പാടും, എന്തതിശയമേ, എന്റെ ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമേ. യേശു എത്ര നല്ലവൻ, അവൻ വല്ലഭൻ, യേശു മതിയായവൻ. പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ അവന്റെ നാമത്തെ നാം സ്തുതിച്ചിടുക. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അത് പെരുവെള്ളം എങ്ങനെ ഇരഞ്ഞു വരുന്നുവോ ആ പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. നീ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ഇല വാടാത്തതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. നീ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ കർത്താവായ ദൈവം നിനക്ക് തക്ക കാലത്ത് ഫലം തരും. നീ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. നിന്റെ ഇലകൾ ഒരിക്കലും കൊഴിയുകയില്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖം വീഴുകയില്ല. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ണുനീർ വരികയില്ല. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറ്റുന്ന എൻ്റെ കർത്താവ് നിന്നെ വിളിക്കുന്നു. യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ.